അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ്. നമുക്ക് എവിടുന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം ലോസ് ഓഫ് മോഷൻ. അപ്പം ആ ടോപ്പിക്കിൽ നിന്നും നമുക്ക് കൺസ്ട്രെയിൻഡ് മോഷൻസിൻ്റെ കേസുകൾ പഠിക്കുന്നുണ്ട്. അതിൽ സ്ട്രിങ് ഉപയോഗിച്ച് നമ്മൾ ലോഡ് സസ്പെൻഡ് ചെയ്തു എന്നുള്ള കേസുകളൊക്കെ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ബേസിലുള്ള ക്വസ്റ്റ്യനാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ: എ ലൈറ്റ് സ്ട്രിങ് പാസിംഗ് ഓവർ എ സ്മൂത്ത് ഫിക്സ്ഡ് പുള്ളി connects two blocks of masses m1 and m2. If the acceleration of the system is g/8, then the ratio of masses is. അപ്പം ഇവിടെ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന കേസിൽ മാസുകളുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. m1/m2 റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആദ്യം തന്നെ ഇവിടുത്തെ ടെൻഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റ് വെച്ച് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന സിസ്റ്റം ആക്സലറേഷനിൽ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന m2 എന്ന് പറഞ്ഞിരിക്കുന്നതും അതേ ആക്സലറേഷനിൽ എന്ത് ചെയ്യുന്നു, മോഷനിൽ അപ്വേർഡിലായിരിക്കും. അതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണിച്ചിരിക്കുന്ന ബോഡിയുടെ m1g എന്ന് പറഞ്ഞിരിക്കുന്നത് ഡൗൺ, ഇതിൻ്റെ കേസിൽ m2g എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്താണ്, ഡൗൺവേർഡ് ഡയറക്ഷനിലെടുക്കും. അങ്ങനെയെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ കാണുന്ന വെയ്റ്റിന് വേണ്ട നെസസറി എന്താണ്, റിയാക്ഷൻ ആ ഒരു സ്ട്രിങ്ങിലുള്ള ടെൻഷനായിട്ടാണ് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് കാര്യങ്ങൾ എഴുതാം. ഇപ്പോൾ സിൻസ് ദ മോഷൻ സിസ്റ്റം ഈസ് ആക്സലറേറ്റ് ഡൗൺവേർഡ് ഇൻ കേസ് ഓഫ് ദ m1g ആണെങ്കിൽ നമ്മളിങ്ങനെ എഴുതാം, m1g മൈനസ് ടി ഇസ് ഈക്വൽ ടു m1a എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് സൈഡിലാണെങ്കിൽ ടി മൈനസ് m2g ഇസ് ഈക്വൽ ടു m2a എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു കേസിൻ്റെ ആക്സലറേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് നേരിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നേരിട്ട് ഉപയോഗിച്ചാലും മതി. അപ്പോൾ അത് നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. സപ്പോസ് ഇഫ് യു ആർ ആഡിങ് ദീസ് ടു, യു വിൽ ഫൈൻഡ് m1g മൈനസ് m2g ഇസ് ഈക്വൽ ടു m1 പ്ലസ് m2 ഇൻറ്റു എന്ത് കൊടുക്കാം, നമുക്ക് a എന്ന് കൊടുക്കാം. അപ്പോൾ a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു എന്താണ്, g എന്ന് കൊടുക്കാം. അപ്പം ഈ ആക്സലറേഷൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് നേരത്തെ അറിയാമെങ്കിൽ നമുക്ക് നേരിട്ട് അങ്ങ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനത് ഒന്ന് കാണിച്ചൊന്ന് മാത്രം. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ a എന്ന് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രകാരം g/8 ആണ്. യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് g/8. g/8 is equal to m1 minus m2 divided by m1 പ്ലസ് m2 ഇൻറ്റു എന്ത് കൊടുക്കാം, നമുക്ക് g എന്ന് കൊടുത്തിട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ g ഞാൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1/8 ഇസ് ഈക്വൽ ടു m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ആണ്. On simplifying this, you will find like this: m1 plus m2 is equal to 8m1 minus 8m2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ this could be 9m2 is equal to 7m1 എന്ന് നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് m1/m2 ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കറിയാം m1/m2 കണ്ടെത്തുന്ന സമയത്ത് therefore m1/m2 is equal to, just transpose the term m1/m2, thus you will find 9/7 എന്ന് കിട്ടും. So this will be the right answer to the question. So from the given option, the right option will be option 1 ആയിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം.